ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ലൈക്ക് ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ലൈക്ക് ഡെസിമൽസ്? Decimals having equal number of decimal places. Decimal place equal number of digits ഉണ്ടെങ്കിൽ such decimals are known as like decimals. ഇനി unlike decimals ആണെങ്കിൽ decimal placeൽ decimal partൽ unequal number of decimals ആയിരിക്കും ഉണ്ടാവുക. Equivalent decimals എന്ന് പറഞ്ഞാൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെങ്കിലും ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെങ്കിലും അതിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ, ഇപ്പൊ 10th പ്ലേസിൽ മാത്രം ഒരു ഡിജിറ്റ് വന്ന് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്ര സീറോസ് ഇട്ട് കൊടുത്താലും അതിന്റെ വാല്യൂല് ചേഞ്ച് വരില്ല. 0.7, 0.70, 0.700, 0.7000 നമ്മൾ എത്ര സീറോസ് റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും ഡെസിമൽ പാർട്ടിൽ ആഡ് ചെയ്ത് കൊടുത്താലും ഡെസിമലിന്റെ വാല്യൂ ചേഞ്ച് വരില്ല. Such decimals are known as equivalent decimals. Then conversion of unlike decimals into like decimals. Unlike decimals ne like decimal ആക്കി മാറ്റണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. First step, find the highest number of decimal places in the decimal parts of the given decimal numbers. Annex the required number of zeros to the extreme right of the decimal parts so that each of the given decimal number has n decimal places. ഇപ്പൊ നമുക്ക് കുറേ നമ്പർ ഓഫ് കുറേ ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 12.3, 157.701, 25.56. ഇതെല്ലാം അൺലൈക്ക് ഡെസിമൽസ് ആണ് അല്ലേ? എല്ലാത്തിന്റെയും ഡെസിമൽ പ്ലേസിലുള്ള ഡിജിറ്റ്സിന്റെ എണ്ണം ഡിഫറെന്റ് ആണ്. 12.3 ഒരു ഡെസിമൽ പ്ലേസ് മാത്രമേ ഉള്ളൂ. 157.701 രണ്ട് ഡെസിമൽ പ്ലേസ് ഉണ്ട്. 25.56 മൂന്ന് ഡെസിമൽ പ്ലേസ് ഉണ്ട്. 25.56 രണ്ട് ഡെസിമൽ പ്ലേസും ഉണ്ട്. ഇനി ഇതെല്ലാം ലൈക്ക് ഡെസിമൽസ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏറ്റവും കൂടുതൽ ഡെസിമൽ പ്ലേസ് വരുന്നത് ഏത് നമ്പറിലാണെന്ന് നോക്കാം. ഇവിടെ 157.701 എന്ത് വരുന്നത്? കൂടുതൽ ഡെസിമൽ പ്ലേസ് വരുന്നത്. ദാറ്റ് ഈസ് 3. 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ അതിന് കണക്കായിട്ട് ബാക്കിയുള്ള ഡെസിമൽസിൽ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. 12.3 എന്നുള്ളത് 12.300 എന്ന് എഴുതാം. 25.56 എന്നുള്ളത് 25.560 എന്ന് എഴുതാം. ഇപ്പൊ മൂന്നെണ്ണത്തിലും എന്തായി? മൂന്നെണ്ണത്തിലും 3 ഡെസിമൽ പ്ലേസ് വീതമായി. ഇപ്പൊ ഇത് മൂന്നെണ്ണം നമുക്ക് എന്ത് പറയാം? ലൈക്ക് ഡെസിമൽസ് ആണെന്ന് പറയാം. ലൈക്ക് ഡെസിമൽസ് ആണെന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? അൺലൈക്ക് ഡെസിമൽസിനെ ഡെസിമൽ ലൈക്ക് ഡെസിമൽസ് ആക്കി മാറ്റണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി കമ്പയറിംഗ് ഡെസിമൽസ്. ഡെസിമൽസ് എങ്ങനെ കമ്പയർ ചെയ്യാം? ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാൻ ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും ഒക്കെ കമ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലെ തന്നെ ഡെസിമൽസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽസിൽ ഹോൾ നമ്പർ പാർട്ട് ഉണ്ടോ നോക്കാം. ഹോൾ നമ്പർ പാർട്ടിൽ ഏതാണോ വലുത് ആ ഡെസിമൽ ആയിരിക്കും വലുത്. ഹോൾ നമ്പർ പാർട്ടിൽ വരുന്ന ഡെസിമൽസിൽ ഹോൾ നമ്പർ വലിയ വരുന്നതായിരിക്കും വലിയ ഡെസിമൽ. ഫോർ എക്സാമ്പിൾ 35.5
36.21 5.02. ഇത് രണ്ടും വെച്ച് നോക്കിയാൽ ഹോൾ നമ്പർ പാർട്ടിൽ 36 വരുന്നുണ്ട് 5 വരുന്നുണ്ട്. 36 5 വെച്ച് നോക്കിയാൽ 36 ആണ് വലുത്. So 36.21 greater than 5.02. ഇനി അടുത്തത് ഹോൾ നമ്പർ പാർട്ട് രണ്ടും സെയിം ആണെങ്കിൽ 5.96 5.71 ഈ രണ്ട് നമ്പേഴ്സ് വെച്ച് നോക്കിയാൽ ഹോൾ നമ്പർ പാർട്ട് രണ്ടും സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യണം? തൊട്ടടുത്ത പ്ലേസ് 10th പ്ലേസ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 10th പ്ലേസ് നോക്കുക. 10th പ്ലേസിൽ 9 7 ആണ് വരുന്നത്. അപ്പൊ 10th പ്ലേസിൽ വലിയ നമ്പർ വരുന്ന വലിയ ഡിജിറ്റ് വരുന്നതായിരിക്കും വലിയ ഡെസിമൽ. So 5.96 is greater than 5.71. അടുത്തത് 7.653 7.689 ഈ രണ്ടെണ്ണത്തിലും ഹോൾ നമ്പർ പാർട്ട് സെയിം ആണ് അല്ലേ? ഹോൾ നമ്പർ പാർട്ട് സെയിം ആണ്. 10th പ്ലേസിലുള്ള പാർട്ടും 10th പ്ലേസിലുള്ള ഡിജിറ്റും സെയിം ആണ്. 6 ആ വരുന്നത് രണ്ടിലും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത് 100th പ്ലേസ് നോക്കുക. 100th പ്ലേസിൽ ഇവിടെ 5 ഇവിടെ 8 ആണ് വരുന്നത്. അപ്പം ഏറ്റവും വലുത് വരുന്നതായിരിക്കും വലിയ ഡെസിമൽ. സോ 7.653 less than 7.689. Okay. Page number 175. Page number 175 exercise 8C. Exercise 8C. അതിനകത്ത് ഒരു 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ സിമ്പിൾ വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് വൺ 35.25 9.35. കാണുമ്പോൾ തന്നെ അറിയാം 35.25 ആണ് വലുത്. 35.25 ഗ്രേറ്റർ ദാൻ 9.35. സെക്കൻഡ് വൺ 16.795 16.796. രണ്ടും ഹോൾ നമ്പർ പാർട്ട് സെയിം ആണ്. 16 16. 10th പ്ലേസിലും സെയിം ആണ് 7 7. 100th പ്ലേസിലും സെയിം ആണ് 9 9. 1000th പ്ലേസിൽ വരുമ്പോൾ ഫസ്റ്റ് വണ്ണിൽ 5 സെക്കൻഡ് വണ്ണിൽ 6. അപ്പോൾ 6 വരുന്നതായിരിക്കും വലുത്. സോ 16.795 ലെസ് ദാൻ 16.796. തേർഡ് വൺ 0.97-0.999. ഹോൾ നമ്പർ പാർട്ട് 0 ആണ്. സോ 10th പ്ലേസിൽ രണ്ടിലും 9 ആണ് വരുന്നത്. 100th പ്ലേസിൽ ഒന്നിൽ 7 രണ്ടാമത്തിൽ 9. അപ്പൊ 9 വരുന്നതായിരിക്കും വലുത്. സോ 0.97 ലെസ് ദാൻ 0.999. ഇങ്ങനെയാണ് എന്ത് ചെയ്യാം? ഡെസിമൽസിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ബാക്കിയുള്ള 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അടുത്ത് നമുക്ക് സെൻഡ് ചെയ്യണ്ട ഹോംവർക്ക്. സെൻഡ് ചെയ്യാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കൺവേർഷൻ, അതായത് ഡെസിമൽസിന്റെ യൂസേജ്. എന്തോ കേൾക്കുന്നില്ല മോനെ. ഹോംവർക്ക്
ഹോംവർക്ക് പേജ് നമ്പർ 175 എക്സസൈസ് 8C ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ 4-മത്തതും 5-മത്തതും 6-മത്തതും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മണി, ലെങ്ത്, കപ്പാസിറ്റി, മാസ്. ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ, ഡെസിമൽസ് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ. മണി, ലെങ്ത്, മാസ്, കപ്പാസിറ്റി. മാസ് എന്ന് പറഞ്ഞാൽ വോളിയം, ഓക്കെ, അല്ലെങ്കിൽ വെയിറ്റ്. വെയിറ്റിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഇന്ന് തുടങ്ങിയാൽ തീരും തോന്നുന്നില്ല. ജസ്റ്റ് അത് അറിഞ്ഞു വെക്കാൻ മാത്രമേ ഉള്ളൂ. അതിനെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നേ, എങ്ങനെ ആഡ് ചെയ്യുന്നതൊക്കെ അറിയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അഡീഷൻ ആണ്. അഡീഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് ഡെസിമൽസ്. അഡീഷനും സബ്ട്രാക്ഷനും വരുന്നുണ്ട് ഡെസിമൽസിന്റെ. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തന്നെ, അഡീഷനും സബ്ട്രാക്ഷനും. അതുകൊണ്ട് അത് രണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ മാസിന്റെയും ലെങ്തിന്റെയും മണിയുടെയും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന സമയത്ത് നമ്മൾ ഡെസിമൽസ് ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് ഒരേ കോളത്തിൽ വരുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. എന്നിട്ട് വേണം നമ്പേഴ്സ് ആഡ് ചെയ്യാൻ. ലൈക്ക് ഡെസിമൽസ് അല്ലെങ്കിൽ ആദ്യം അൺലൈക്ക് ഡെസിമൽസിനെ ലൈക്ക് ഡെസിമൽസ് ആക്കി മാറ്റാം, എന്നിട്ട് ആഡ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5.03 പ്ലസ് 62.5 പ്ലസ് 123.7. ഇത് മൂന്നും ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? കോളം ആക്കി അറേഞ്ച് ചെയ്യാം. 5.03 62. ഡെസിമൽ പോയിന്റ് ഒക്കെ ഒരേ കോളത്തിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. 62.5 123.7. ഇനി എന്ത് ചെയ്യണം? ഇതിനൊക്കെ ലൈക്ക് ഡെസിമൽസ് ആക്കി മാറ്റണം. ലൈക്ക് ഡെസിമൽസ് ആക്കി മാറ്റണമെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സാധാരണ പോലെ ആഡ് ചെയ്യുക. 3 5 plus 7 12. 12ന് 2 എഴുതി, ഡെസിമൽ പോയിന്റ് ഇട്ടു, റിമൈനിങ് 1 ക്യാരി ഓവർ ചെയ്തു. 1 plus 5 6, 6 plus 2 8, 8 plus 3 11. again 1 carry over ചെയ്യുന്നു. 1 plus 6, 1 plus 6 7, 7 plus 2 9, 1 191.23. ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് 8E അഡീഷന്റെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എക്സസൈസ് 8E പേജ് നമ്പർ 180 ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ 8 എണ്ണം. പേജ് നമ്പർ 180 എക്സസൈസ് 8E. എക്സസൈസ് 8E ആദ്യത്തെ 8 ക്വസ്റ്റ്യൻ അതും കൂടി ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ.